അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മൈദദോശ ആയിരുന്നു കേട്ടോ. മൈദദോശയും പിന്നെ ഇന്നലത്തെ കടലക്കറി ഫ്രിഡ്ജിൻ്റെയായിരുന്നു. അതൊന്ന് ചൂടാക്കിയിട്ട് ഇന്ന് സ്പെഷ്യലായിട്ട് കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കുട്ടികൾ സ്കൂളിൽ പോകാനുള്ള റെഡിയായി. അവർ സ്കൂളിൽ പോയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അവർ സ്കൂൾ വണ്ടി കയറ്റിയിടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ റോട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ അങ്ങനെ അവർ സ്കൂൾ വണ്ടിയിൽ അവരങ്ങനെ കയറി കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. കഴിഞ്ഞിട്ടാണ് സ്കൂൾ വണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ അവർ സ്കൂൾ വണ്ടി പോയതിൻ്റെ ശേഷം ഞാൻ അലക്കാനും തുടക്കാനൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് മീൻ കിട്ടിയത്. മീൻ അയിലപ്പാറയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കറി വെക്കാനുള്ള ഇതിലാണ് കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്നും പയറും ഇതൊക്കെയായിരുന്നു ഉപ്പേരി. അപ്പോൾ ഇന്ന് മുതിര ഇടാന്ന് വിചാരിച്ചു. മുതിര ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പം മുതിര ഇവർക്ക് മോൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ മുതിരപ്പേരി ഉണ്ടാക്കി. മീൻ കുറച്ച് കായം തെച്ച് വെച്ചാൽ നാളേക്കൊക്കെ എടുക്കാൻ വെച്ചാൽ നാളെ തിരിച്ച് വരുമല്ലോ. ഇന്ന് വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ നാളെ അങ്ങോട്ട് തിരിച്ച് വരും. അപ്പോൾ അത് എടുക്കാമെന്ന് വെച്ചാൽ ബാക്കി കായം തെച്ച് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാമെന്ന് വെച്ചിട്ട്. പിന്നെ നമ്മൾ വീഡിയോയിലേക്ക് കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടായിട്ട് അത് ഫോണിൻ്റെ കുഴപ്പമാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈറ്റ് ഇട്ട് വെച്ചാലും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഇരുട്ട് പോലെയാണ്. ചില ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ക്ലിയർ ഇല്ലയെന്ന്. പിന്നെ ഞാൻ നല്ല സ്പീഡിലാണ് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് സ്പീഡ് കുറക്കാൻ. പക്ഷേ എന്താണെന്നറിയില്ല, പിന്നെ അങ്ങനെ ആയി പോകട്ടെ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടുള്ളതുകൊണ്ടാട്ടോ ഇങ്ങനെ പിന്നെ നമ്മളിതിൽ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് എന്നും ഉണ്ടാവണം. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. കാണുന്ന ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ഒന്നും ചെയ്യണം കേട്ടോ. തിരിച്ച് ഞാൻ അതേപോലെ ചെയ്തു. ഇപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഇന്നലെ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് റവ കേക്ക് ഉണ്ടാക്കില്ല, റവയും മൈദയും മുട്ടയും കൂടിയിട്ട് ഇതാക്കിയിട്ട് കേക്ക് അതുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ഇതിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇതാ നമ്മൾ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റവക്കൊക്കെ അടിപൊളിയായിട്ട്. പക്ഷെ അത് ഫുള്ള് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ കാണിക്കാൻ പറ്റില്ല കേട്ടോ. അത് കുറച്ച് ഉണ്ടാക്കുമ്പോഴാണ് വീഡിയോ എടുത്തത്. അപ്പോൾ പിന്നെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞപ്പോൾ പിന്നെ അത് അവിടെ അങ്ങനെ വെച്ച് കുട്ടികൾ ഫോൺ എടുത്ത് കളിച്ചിട്ട് നല്ല ഷാമോൻക്ക് മദ്രസ സ്കൂളിലത്തെ കുറേ പരീക്ഷ കാര്യങ്ങളായിരുന്നു. ഫോൺ അത് എടുത്ത് നോക്കിയതിന് ശേഷം സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. പിന്നെ തിരിച്ച് ഞാൻ അതേപോലെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോയും കാണാറുണ്ട്. പറ്റാവുന്ന ഇതിൽ കമൻറ്റ് ഇടാറുണ്ട്, ലൈക്കൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ എല്ലാ സപ്പോർട്ടും അവർ എനിക്ക് തിരിച്ചും കൊണ്ട് തരുന്നുണ്ട്. ചില ആൾക്കാർ കമൻറ്റിലൂടെ അത് അറിയിക്കുന്നുണ്ട് കേട്ടോ. ഇത്താങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നൊക്കെ. അപ്പോൾ അവരോട് ഞാൻ അങ്ങനെ തന്നെ തിരിച്ച് പറയലാം. അതെ, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ ഒരാൾ നമ്മളെ കൂടെ കുറച്ച് ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ധൈര്യമാണല്ലോ അല്ലേ. പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക, തിന്നാനും കുടിക്കാനും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം ഉള്ളൊരു ജീവിതമാണല്ലോ എല്ലാവരും ആഗ്രഹിക്കണമില്ലേ. നമ്മൾ എത്ര പട്ടിണി കിടന്നാലും നമ്മൾ കിടക്കും. നമ്മൾ കുറേ സഹിച്ച് നമ്മൾ കിടക്കും. പക്ഷെ മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ അല്ലേ നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവണം. ഇതിപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു ജോലിയായിട്ടാണ് നമ്മൾ ഏറ്റെടുക്കുന്നതല്ലേ. അപ്പോൾ നമ്മളെ ജോലി ചെയ്യുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മളെ കൂടെ എല്ലാവരും ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ അതിൽ ചില ആളുകളൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല കമൻറ്റുകളൊക്കെ എല്ലാവരും ചെയ്തിട്ടുള്ളത്. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. പിന്നെ കാണണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ പരമാവധി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒന്ന് വീട്ടിലാണ്ട് പോകുന്നുണ്ടെന്ന് പറയില്ലേ, കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തീർത്തിട്ട് നാളെ തന്നെ നിങ്ങോട്ട് തിരിച്ചു വരും കേട്ടോ. അപ്പം മറ്റന്നാൾ ശനിയാഴ്ച മദ്രസ ഉണ്ടല്ലോ. മദ്രസ കുട്ടികളത് മുടക്കാൻ പറ്റില്ല. ഉസ്താദ് ചീത്ത പറയണമെന്ന് വെച്ചാൽ അതല്ല, സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടല്ലോ. പക്ഷെ മദ്രസയിൽ അവർക്ക് ആകെ കുറച്ച് സമയമേ കിട്ടുള്ളൂ. ഇവിടുന്ന് ഒരു 6:30 മദ്രസ പോയാൽ സ്കൂളുള്ള സമയത്തൊക്കെ 8 മണിയാകുമ്പോൾ മദ്രസ തീരും. അപ്പോൾ കുട്ടികൾക്ക് ആകെ കുറച്ചല്ലേ പഠിക്കാൻ പറ്റുന്നുള്ളൂ. ഈ ശനിയും ഞായറുള്ള ദിവസങ്ങളിലാണല്ലോ മദ്രസയിൽ ഉസ്താദുമാർ കൂടുതൽ അവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ദിവസം നമ്മൾ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളുടെ അത്രയും ഇത് പോവുകയും ചെയ്യും. ഉസ്താദുമാരാണെങ്കിൽ ചീത്ത പറയുകയും ചെയ്യും. ശനി ഞായറല്ലേ കുറച്ച് സമയമുള്ളൂ. മറ്റേത് മുസായിഫ് ഓതൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ 8 മണിയാവും. അപ്പോൾ പിന്നെ മദ്രസ വിടും. അപ്പോൾ അവർക്ക് ബുക്കുകൾ പഠിക്കാനുള്ള സമയമില്ലല്ലോ. അപ്പോൾ ഈ ശനി ഞായറാകുമ്പോൾ അവർക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ. ആ ദിവസം നമ്മൾ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കുട്ടികളെ പഠിപ്പിനെ ബാധിക്കൂലേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മതപരമായ പഠിപ്പൊക്കെ മദ്രസയിൽ നിന്ന് തന്നെ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണം. അത്യാവശ്യ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടണം. നമ്മളെ പോലെ നമ്മളൊക്കെ ഇപ്പോൾ ഒരു 5 വരെ പഠിച്ചാലേ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ മക്കൾ 10 വരെ പഠിച്ചിട്ടും കാര്യമില്ല കേട്ടോ. അവർക്ക് ഒരുവിധം കാര്യങ്ങളൊന്നും അവർക്ക് അറിയണില്ല. എന്നാൽ നമ്മളെ 5ാം ക്ലാസ്സൊക്കെ എത്രയോ ഭേദമെന്ന് പറയണ പോലെ ഇന്നത്തെ അവസ്ഥ കേട്ടോ.
അതിപ്പോൾ സ്കൂളിലായാലും അങ്ങനെ തന്നെ. നമ്മൾ 10 വരെ സ്കൂളിൽ പഠിച്ചാലേ നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷും മലയാളമൊക്കെ വായിക്കാനും എഴുതാനൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ മക്കൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷും മലയാളമൊക്കെ നല്ലപോലെ ഒന്ന് വായിപ്പിക്കുകയോ എഴുതിക്കുകയോ ചെയ്തു അവർക്ക് അറിയണില്ല. അതാണ് ഇന്നത്തെ പഠിപ്പ് അന്നത്തെ പഠിപ്പും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അപ്പോൾ നമ്മൾ പരമാവധി മക്കളെ ലീവ് എടുക്കാതെ നോക്കുകയല്ലേ വേണ്ടത്. പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ എടപ്പാൾ പോയിട്ട് നമുക്ക് തിരിച്ച് വരൽ ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഒരു ദിവസം അവിടെ തങ്ങിയിട്ട് നാളെ വരുള്ളൂ. സംഭവം ആകെ 1 മണിക്കൂറിൻ്റെ ദൂരമേ ഉള്ളൂ. അതല്ല എന്നാലും നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അവിടെ നിൽക്കാന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് സ്കൂളിലിട്ട് അവർ ഉച്ചക്ക് വരും. അപ്പോൾ ഉച്ചക്ക് അവർ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോകും. അപ്പോൾ എന്നിട്ട് നാളെ വൈകുന്നേരം ഇങ്ങോട്ട് വരും. അപ്പോൾ പിന്നെ ശനി ഞായർ മദ്രസ പോകില്ലല്ലോ. അങ്ങനെയായിട്ടാണ് അപ്പോൾ ചെയ്യുന്നത്. പിന്നെ അടുത്ത ശനിയാഴ്ച ഞായറാഴ്ച ലീവ് ഉണ്ട് തോന്നുന്നുണ്ട് മദ്രസയിൽ. അപ്പോൾ ആ ദിവസങ്ങളിൽ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി നമുക്ക് ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം കേട്ടോ. അവിടെ എന്തോ സന്തോഷമുള്ള കാര്യം ഉണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കട്ടെ അവളുടെ. പിന്നെ സോപ്പിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് ഒന്നുകൂടി നിങ്ങളോട് പറയാൻ കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്യണം. അത്യാവശ്യം ഓർഡറുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് ഓർഡർ ഉണ്ടാവണം നമുക്ക് നല്ലതല്ലേ. നമ്മൾ 2-3 ആൾക്കാർ ഷെയർ ചെയ്തിട്ടാണ് ആ ഒരു ജോലി ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണത് മാഷാഅല്ലാഹ് ഇപ്പോൾ ചെറിയൊരു വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വരുമാനത്തിൽ കൂടെ കുറച്ചുകൂടി ഓർഡർ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ റംലാൻ്റെ ചാനൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലുണ്ട് കിറ്റും ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് അതിൽ നിങ്ങൾക്ക് വാങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നെല്ലാവർക്കും അസ്സലാമു അലൈക്കും.